ഈ രാത്രി വേളയിൽ ദൈവം തന്നവനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാനൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 146 1-ാം വാക്യം. യഹോവയെ സ്തുതിപ്പീൻ, മനമേ യഹോവയെ സ്തുതിക്കുക. 2-ാം വാക്യം. ജീവനുള്ളതെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ വരരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവൻ്റെ നിറവണങ്ങൾ നശിക്കുന്നു. ഈ വാക്യം എന്താണ് പറയുന്നത് വെച്ചാൽ, നാം ഈ ലോകത്തിൽ വെറും പ്രഭുക്കന്മാരിലുള്ള ആശ്രയിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രഭുക്കന്മാരും മനുഷ്യപുത്രരിലും ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ വരരുത്. ദൈവത്തെ കീർത്തനം ചെയ്യുവീൻ, പാടുവീൻ. ദൈവത്തിനെ കീർത്തനം ചെയ്ത് പാട്ട് പാടുവീൻ എന്നാണ് യഹോവ പറഞ്ഞേക്കുന്നത്. നാം പാട്ട് പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ യഹോവ പ്രസാദിക്കും. മനുഷ്യപുത്രരിൽ ആശ്രയം വേണ്ട, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുതെന്നാണ്. പ്രഭുക്കന്മാരിൽ പൈസയൊക്കെ ഒത്തിരി മുതലൊക്കെ ഒത്തിരി ഉള്ള പ്രഭുക്കന്മാർ, വീട് ബംഗ്ലാവെല്ലാം ഉയർന്ന് കാണുമ്പോൾ വിഷമിക്കരുത്. അത് ശാശ്വതമല്ല, അത് ശാശ്വതമായുള്ള ഒരു ജീവിതം അല്ല. അതാണ് പറയുന്നത്. ചിലരുടെ ഭവനങ്ങളും ചില ഉയർച്ചകളെയും കണ്ട് നമ്മൾ എന്താ ചെയ്യും? നമുക്ക് വിഷമമുണ്ടാകും, നമ്മൾ താഴ്ചപ്പെട്ടു പോയല്ലോ എന്ന്. നല്ല ദൈവം പറഞ്ഞ് അവരെ മണ്ണിലേക്ക് തിരിയും. ഈ ലോകത്തിലെ ജീവിതം വെറും ശൂന്യം. എന്നേലും നാം മണ്ണിലേക്ക് തിരിയേണ്ടവരാണ്. അതുകൊണ്ട് ഇരിക്കുന്ന കാലത്തോളം സമാധാനമായി സന്തോഷമായി ആയിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാം. ദൈവത്തിന് നാം കീർത്തനം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം, യേശുവിനെ മഹത്വപ്പെടുത്താം. യേശുവിനെ അനേകർക്ക് പറഞ്ഞു കൊടുക്കാം, കുറച്ച് ട്രാക്സ് കൊടുക്കാം, പൈസ കൊടുക്കാം പാവപ്പെട്ടവർക്ക്. അങ്ങനെ നാം ചെയ്യുമ്പോൾ കർത്താവ് നമ്മൾ പ്രസാദിക്കുന്നു. കർത്താവിനെ കീർത്തനം ചെയ്യാം, കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിക്കാം. കീർത്തനം ചെയ്യുക, ആരാധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നാം നന്മയെ പ്രാപിക്കുന്നു. തിന്മ നമ്മെ തൊടുകയില്ല. ബലവാനും അനേക ഉയർച്ച പ്രാപിക്കുന്ന ആൾക്കാരെ കണ്ട് മത്സരിക്കാൻ പോകണ്ട. അവരെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ശാശ്വതമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലിരിക്കുന്ന കാലം നാം നന്മ മാത്രം ചെയ്യുക. ഓരോ ദിവസവും ഓരോ നന്മ ചെയ്യുക. ഓരോ ദിവസവും ഓരോ നന്മ ചെയ്യുമ്പോൾ സമാധാനം കണ്ടെത്താം. നന്മ വർദ്ധിക്കാൻ നാം കാരണക്കാരായിരിക്കാം. നന്മ ചെയ്യണം. അടുത്ത ഒരു വാക്യം. യഹോവ എന്നേക്കും വാഴും, സീയോനെ നിന്റെ ദൈവം തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ സ്തുതിക്കുക. യഹോവയെന്ന് പറയാം. യഹോവയെന്ന് പറയാൻ നല്ലതാണ്. യഹോവയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആനന്ദം, സമാധാനം കിട്ടും. യഹോവയെന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. യേശു, യഹോവ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നാം ആരാധിക്കുന്നു, വിളിക്കുന്നു. അതുപോലെ ചെയ്യും. ആമീൻ, ആമീൻ.